വാർത്തകൾ തുടരുന്നു. മേൽവസ്ത്രമഴിച്ച് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കണമെന്നുള്ളത് അനാചാരമാണെന്ന് ധർമ്മസംഘം ട്രസ്റ്റ് അധ്യക്ഷൻ സ്വാമി സച്ചിദാനന്ദ. ഫോണിൽ കാണുന്നതിന് വേണ്ടിയാണ് പണ്ടുകാലത്ത് ഈ സമ്പ്രദായം തുടങ്ങിയത്. പല ക്ഷേത്രങ്ങളിലും ഇപ്പോഴും ഈ നിബന്ധന തുടരുന്നുണ്ട്. അത് തിരുത്തണം എന്നാണ് ശ്രീനാരായണ സമൂഹത്തിന്റെ നിലപാടെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. വർക്കല ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മേൽവസ്ത്രം അഴിക്കുന്നത് അനാചാരമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ശ്രീനാരായണ ഗുരു ക്ഷേത്രത്തിൽ ഈ നിബന്ധന പാലിക്കുന്നില്ല. കാലാനുസൃതമായ മാറ്റം ഇക്കാര്യത്തിൽ ആവശ്യമാണെന്നും സ്വാമി പറഞ്ഞു. സ്വാമിക്ക് ശേഷം സംസാരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ നിലപാടിനെ പിന്തുണച്ചു. ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം അഴിച്ച് മാത്രമേ കടക്കാൻ പാടുള്ളൂ എന്ന നിബന്ധനയുണ്ട്. കാലാനുസൃതമായ മാറ്റം ആവശ്യമാണെന്ന് ശ്രീനാരായണ സമൂഹം ആവശ്യപ്പെടുന്നു. ഇതൊരു വലിയ സാമൂഹിക ഇടപെടലാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ആരെയും നിർബന്ധിക്കേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജനുവരി 1 മുതൽ 20-ലേറെ ആൻഡ്രോയിഡ് ഫോണുകളിൽ വാട്സ്ആപ്പ് ലഭിക്കില്ല. പഴയ ആൻഡ്രോയിഡ് വേർഷനുകളിലാവും ഈ പ്രശ്നം നേരിടുക. ആൻഡ്രോയിഡ് 4.4 അല്ലെങ്കിൽ കിറ്റ്കാറ്റിലും അല്ലെങ്കിൽ അതിനു മുമ്പത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും പ്രവർത്തിക്കുന്ന ഫോണുകളിലാണ് വാട്സ്ആപ്പ് സേവനം ലഭിക്കാതെ വരുന്നത്. വാട്സാപ്പിന് പുറമെ മറ്റ് മെറ്റ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്നിവയും ഈ ഫോണുകളിൽ സപ്പോർട്ട് ചെയ്യില്ല. വിപണിയിലിറങ്ങി 10 വർഷത്തിലേറെയായ എല്ലാ ഫോണുകളിലും വാട്സാപ്പ് പ്രവർത്തനം നിർത്തില്ല. 5-6 വർഷം പഴക്കമുള്ളവയിൽ പഴയതുപോലെ തുടരാനും സാധ്യതയുണ്ട്. വാട്സാപ്പ് സേവനം അവസാനിപ്പിക്കുന്ന പ്രധാന സ്മാർട്ട് ഫോണുകൾ സാംസങ് ഗാലക്സി S3, സാംസങ് ഗാലക്സി നോട്ട് 2, സാംസങ് ഗാലക്സി A3, സാംസങ് ഗാലക്സി S4 മിനി, മോട്ടോ ജി ഫസ്റ്റ് ജെൻ, മോട്ടറോള റേസർ HD, HTC One X, HTC One X Plus, HTC Desire 500, HTC Desire 601, HTC Optimus G, HTC Nexus 4, LG G2 Mini, LG L90, സോണി എക്സ്പീരിയ Z, സോണി എക്സ്പീരിയ SP, സോണി എക്സ്പീരിയ T, സോണി എക്സ്പീരിയ V എന്നീ സ്മാർട്ട് ഫോണുകളിലാണ് വാട്സാപ്പ് ലഭിക്കാനാവുക. കേരള ഫുട്ബോൾ അസോസിയേഷൻ ജനുവരി 4 മുതൽ ഫെബ്രുവരി 10 വരെ കുന്നംകുളത്ത് സംഘടിപ്പിക്കുന്ന കേരള വിമൻസ് ലീഗിന്റെ 6ാം പതിപ്പിൽ ചാലക്കുടിയിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബായ സിറ്റി ക്ലബ്ബ് മത്സരിക്കാൻ ഇറങ്ങുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാലക്കുടിയിൽ നിന്നും ആദ്യമായിട്ടാണ് ഒരു ക്ലബ്ബ് കേരളത്തിലെ 1ാം ഡിവിഷൻ ഫുട്ബോൾ ലീഗിൽ മത്സരിക്കുന്നത്. ഇണ്ണുനീലി സ്മാരക വായനശാലയുടെ കീഴിൽ കഴിഞ്ഞ 3 വർഷമായി പെൺകുട്ടികൾക്ക് പ്രൊഫഷണൽ ഫുട്ബോൾ പരിശീലനം നൽകി വരുന്ന ISV ഫുട്ബോൾ അക്കാദമിയും ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജും ചേർന്നാണ് വനിതാ ഫുട്ബോൾ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ടത്. കോളേജിൽ സീനിയർ വനിതാ ഫുട്ബോൾ ടീം ആരംഭിക്കുകയും പരിശീലനം നൽകി വരികയും ചെയ്യുന്നുണ്ട്. പ്രസ്തുത പദ്ധതികളിൽ സിറ്റി ക്ലബിന്റെ പങ്കാളിത്തം സാധ്യമായതോടുകൂടിയാണ് വനിതാ ലീഗിലേക്ക് പ്രവേശനത്തിന് അവസരം ഒരുങ്ങിയത്. 1967 മുതൽ ചാലക്കുടിയിൽ പ്രവർത്തിക്കുന്ന സിറ്റി ക്ലബ്ബ് പ്രതിഭാശാലികളായ കളിക്കാരെ നാടിന് സംഭാവന ചെയ്ത പാരമ്പര്യമുള്ള ക്ലബ്ബാണ്. കേരളത്തിലെ 6 ടീമുകൾ അണിനിരക്കുന്ന വനിതാ ലീഗിൽ ഓരോ ടീമിനും 10 മത്സരങ്ങൾ വീതമുണ്ടാകും. ലീഗിലെ ജേതാക്കൾ ഇന്ത്യൻ വിമൻസ് ലീഗ് 2ാം ഡിവിഷന് യോഗ്യത നേടും. മത്സരത്തിനുള്ള സിറ്റി ക്ലബിന്റെ വനിതാ ടീം ഡിസംബർ 20 മുതൽ SH കോളേജ് ഗ്രൗണ്ടിൽ പരിശീലനം ആരംഭിച്ചു. ടീമിലെ പകുതി താരങ്ങൾ SH കോളേജിലെ വിദ്യാർത്ഥിനികളാണ്. പെൺകുട്ടികൾക്കുള്ള താമസ സൗകര്യവും അടിസ്ഥാന സൗകര്യങ്ങളും കോളേജ് നൽകി വരുന്നു. വിദ്യാർത്ഥിനികൾക്ക് പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് വഴി തുറക്കാനുള്ള ആദ്യ പടിയാണ് കേരള വിമൻസ് ലീഗ്. ലീഗിന് മുന്നോടിയായി ടീം ലോഞ്ചിങ് ഈവന്റ് ജനുവരി 2 വ്യാഴാഴ്ച വൈകിട്ട് 5:30 കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഹർഷൻ PR മുഖ്യാതിഥിയായി പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്, SH കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ C. ഐറെ, മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, സിറ്റി ക്ലബ്ബ് സെക്രട്ടറി CV ഫ്രാൻസിസ്, ISV ഫുട്ബോൾ അക്കാദമി കോർഡിനേറ്റർ അജിത് ടോമി, PP പോൾ, രാധാകൃഷ്ണൻ, കോളേജ് കായിക വിഭാഗം മേധാവി ഡോക്ടർ ജസ്മി ജോസ്, പരിശീലകരായ VN രാഹുൽ, ജോസ് റാഫേൽ എന്നിവർ പങ്കെടുത്തു. ചാലക്കുടിയെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. ചാലക്കുടി നമുക്ക് എല്ലാവർക്കും അറിയാം, ഫുട്ബോൾ രംഗത്ത് വലിയ പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ്. നിരവധി പ്രവാസ താരങ്ങളെ കേരളത്തിനും ഇന്ത്യക്കും സംഭാവന ചെയ്ത മഹത്തായ ഒരു പാരമ്പര്യമാണ് ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചാലക്കുടിയിൽ നിന്ന് വനിതാ ലീഗിൽ, കേരള വനിതാ ലീഗിൽ മത്സരിക്കാനായിട്ട് ചാലക്കുടി സിറ്റി ക്ലബിൻ്റെ നേതൃത്വത്തിൽ
നല്ലൊരവസരം ഒരുങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സംസ്ഥാന തലത്തിൽ മികച്ച കളിക്കാരടക്കമുള്ള നിരവധി മേഖലകളിൽ കഴിവ് തെളിയിച്ചതിന് ശേഷമാണ് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് തുടങ്ങുന്ന വനിതാ ലീഗിൽ മത്സരിക്കാൻ ചാലക്കുടിയിൽ നിന്നൊരു ടീമിന് അവസരം ലഭിക്കുന്നത്. ഇത് 2 വർഷക്കാലമായി ചാലക്കുടിയിലെ നീലി വായനശാലയും അതുപോലെ SH കോളേജും ഈ ഒരു ടീം യാഥാർത്ഥ്യമാകാൻ അവർ SH കോളേജും അതുപോലെ സെൻറ്റ് വിജീസ് അടക്കമുള്ള സ്കൂളുകളും ഒക്കെ സഹകരിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ കുട്ടികളെ അവർക്ക് അതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി പരിശീലനം കൊടുത്ത് അവരുടെ കുട്ടികൾക്ക് അവരുടെ കഴിവ് തെളിയിക്കാനും ഒരു നല്ല ടീമായിട്ട് പുള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഫുട്ബോൾ ടീം കേരളത്തിൻ്റെ ഫസ്റ്റ് ഡിവിഷൻ ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങുകയാണ് സിറ്റി ക്ലബ്ബ് ചാലക്കുടി. അത് കേരളത്തിലെ പുരുഷന്മാരല്ല, ഇവിടുത്തെ വനിതകളാണ് ചാലക്കുടിക്ക് ആദ്യമായിട്ട് ഫസ്റ്റ് ഡിവിഷൻ ലീഗ് കളിക്കാനുള്ള അവസരം ഒരുക്കി തരുന്നത്, ചാലക്കുടിക്ക് വേണ്ടി കളിക്കുന്നത്. അപ്പോൾ MLA സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 3 വർഷത്തോളമായിട്ട് ചാലക്കുടി കേന്ദ്രീകരിച്ച് വനിതാ ഫുട്ബോൾ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് SH കോളേജ്. സിസ്റ്ററുടെ ഒരു ദീർഘവീക്ഷണം കോളേജിനെ വനിതാ ശാക്തീകരണ മേഖലയിൽ 1 സ്ഥാനത്തെത്തിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നില്ല. പ്രധാനമായിട്ടും 1800 ഈ ട്രാക്ക് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് കോമ്പറ്റീഷൻസ് ബോത്ത് മെൻ ആൻഡ് വിമൻ ഇവിടെ നടക്കാറുണ്ട്. അത് എല്ലാ വർഷവും നടത്തി വരുന്ന സൈക്ലിംഗ് കോമ്പറ്റീഷൻ, അതോടനുബന്ധിച്ചുള്ള മത്സരങ്ങൾ. അതുപോലെ തന്നെ നമ്മളുടെ പുതിയതായിട്ടുണ്ടായ വനിതാ ബാസ്കറ്റ്ബോൾ ടീം നമ്മുടെ കലാലയത്തിൽ വലിയ അഭിമാനമായിട്ട് മാറിയിരിക്കുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ വർഷത്തെ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് നമ്മുടെ SH കോളേജിനാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പം ഇത് ഈ വനിതാ ടീമിനെ, ബാസ്കറ്റ്ബോൾ ടീമിനെയും ഫുട്ബോൾ ടീമിനെയും നമ്മുടെ കലാലയം അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ഫലം കാണുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഈ 2 ടീമും ഏകദേശം ഒരു 26 കുട്ടികളെയാണ് നമ്മളിവിടെ കോളേജ് അവരെ ഫ്രീ ആയിട്ട് താമസിപ്പിച്ച് ഭക്ഷണം മറ്റ് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അത് പല സന്മനസ്സുകളുടെയും സഹായത്തോടു കൂടിയാണ് അത് മുന്നോട്ട് പോകുന്നത്. കാരണം കോളേജിന് ഒറ്റയ്ക്ക് ഇത് അഫോർഡ് ചെയ്യാനായിട്ട് മത്സരങ്ങളിലും നടത്തി വരുന്നു. പിന്നെ കേരളത്തിലെ പ്രഗത്ഭരായ താരങ്ങൾ, ഇന്ത്യൻ താരങ്ങളും എല്ലാവരും ചുറ്റുമുള്ളത് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ തവണത്തെ യൂത്ത് ലീഗിൽ ശിശു ജില്ലയാണ് പ്രതിനിധാനം ചെയ്ത് സിറ്റി ക്ലബ്ബ് വിജയിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഫൈനൽ റൗണ്ട് കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിക്കിടെ വേദിയിൽ നിന്ന് വീട് പരിക്കേറ്റ തൃക്കക്കര MLA ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് മകൻ. രാവിലെ 2 മക്കളും ഉമാ തോമസിനെ കണ്ടിരുന്നു. മക്കൾ അമ്മേ എന്ന് വിളിച്ചപ്പോൾ ഉമാ തോമസ് കണ്ണുകൾ അനക്കിയെന്നും മക്കൾ പറഞ്ഞു. കൈകളും കാലുകളും അനക്കാൻ പറഞ്ഞപ്പോൾ അനക്കിയെന്നും കയ്യിൽ മുറുക്കെ പിടിക്കാൻ പറഞ്ഞപ്പോൾ അതിന് ശ്രമിച്ചെന്നും മൂത്ത മകൻ വിഷ്ണു പറഞ്ഞു. തലച്ചോറിന്റെ പ്രവർത്തനത്തിൽ ആശാവഹമായ പുരോഗതിയാണ് ഇതെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി. എന്നാൽ വിളികളോട് പ്രതികരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സ്വന്തമായ രീതിയിൽ പ്രതികരിക്കുന്ന വിധത്തിലേക്ക് മാറേണ്ടതുണ്ടെന്നും ഡോക്ടർമാർ പറഞ്ഞു. തലച്ചോറിന്റെ പ്രവർത്തനത്തിൽ മെച്ചപ്പെട്ട പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി. ശ്വാസകോശത്തിന്റെ അവസ്ഥ സാരമായി തന്നെ തുടരുകയാണെന്നാണ് രാവിലെ പുറത്തിറക്കിയ മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്നലത്തെ അപേക്ഷിച്ച് ശ്വാസകോശത്തിന്റെ അവസ്ഥയ്ക്ക് നേരിയ പുരോഗതിയുണ്ട്. രോഗി മരുന്നുകളോടും ചികിത്സയോടും പ്രതികരിക്കുന്നുണ്ട്. വാരിയലുകളുടെ ഒടിവുകളും ശ്വാസകോശത്തിനുണ്ടായ ക്ഷതവും ചതവും കുറച്ചുനാൾ നീണ്ടു നിൽക്കുന്ന തീവ്ര പരിചരണ ചികിത്സയിലൂടെ മാത്രമേ ഭേദപ്പെടൂ. വൈറ്റൽ സ്റ്റേബിൾ ആണെന്നും കുറച്ച് ദിവസം കൊണ്ട് വെന്റിലേറ്ററിൽ തുടരേണ്ടതിന്റെ ആവശ്യകതയുണ്ടെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. വെന്റിലേറ്റർ സഹായത്താലാണ് ഉമ തോമസ് ഇപ്പോഴും കഴിയുന്നത്. വരും ദിവസങ്ങളിൽ വെന്റിലേറ്ററിന്റെ സഹായം കുറച്ചുകൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇപ്പോഴും വെല്ലുവിളിയായി നിൽക്കുന്നത് ശ്വാസകോശത്തിലെ ചതവും ഇവിടെ അടിഞ്ഞിട്ടുള്ള രക്തവുമാണ്. അർദ്ധബോധാവസ്ഥയിൽ ശ്വാസകോശത്തിൽ കയറിയതാണ് രക്തം. ഇത് ആദ്യ ദിവസം നീക്കം ചെയ്യാൻ ശ്രമിച്ചിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും ഇതേ ചികിത്സാ രീതി തന്നെ
തുടർന്നു പോകാനാണ് അവരും നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എങ്കിലും ഇപ്പോഴും ഗുരുതരാവസ്ഥ മാറി എന്ന് പറയാനായിട്ടില്ല എന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി. വെന്റിലേറ്റർ മാറ്റി 24 മണിക്കൂറെങ്കിലും കഴിഞ്ഞാൽ മാത്രമേ ഗുരുതരാവസ്ഥ മാറി എന്ന് പറയാൻ കഴിയൂ. വരും ദിവസങ്ങളിൽ വെന്റിലേറ്ററിന്റെ സഹായം കുറച്ചുകൊണ്ടുവന്ന് ശ്വാസകോശത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്നും ഡോക്ടർമാർ പറഞ്ഞു. അതിനൊപ്പം അണുബാധ കുറച്ചുകൊണ്ടുവരുന്നതിനും പുതിയ അണുബാധയുണ്ടാകാതെ നോക്കുകയുമാണ് ചെയ്യുന്നത് എന്നും ഡോക്ടർമാർ പറഞ്ഞു. ന്യൂമോണിയ വരാൻ സാധ്യതയുണ്ട് എന്നതിനാൽ അത് ഉണ്ടാവാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നും ഡോക്ടർമാരുടെ സംഘം വ്യക്തമാക്കി. പുതുതായി അനുവദിച്ച PG, ഐ.ടി.ഐ, ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ എന്നീ ട്രേഡുകളിൽ ഗസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുമാരെ നിയമിക്കുന്നു. PSCയുടെ സംവരണേതര റൊട്ടേഷൻ ചാർട്ട് പ്രകാരം ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ തസ്തികയ്ക്ക് OC വിഭാഗത്തിൽ നിന്നും മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിൾ തസ്തികയ്ക്ക് EZ വിഭാഗത്തിൽ നിന്നും നിയമനം നടത്തും. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഡിസംബർ 31 രാവിലെ 10:30 ചാലക്കുടി ഗവൺമെന്റ് ഐ.ടി.ഐയിൽ നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 048027014991. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് തൃശൂർ ഡിവിഷന്റെ കീഴിലുള്ള പുല്ലഴി, മുളങ്ങുന്നതകാവ്, ചാലക്കുടി എന്നീ വനിതാ ഹോസ്റ്റലുകളിലേക്ക് മേട്രൺ വാർഡൻ, സ്വീപ്പർ, മെയിൻ കുക്ക്, കുക്ക് ഹെൽപ്പർ, വാച്ച്മാൻ എന്നീ തസ്തികകളിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. പ്രദേശവാസികളായ വനിതകൾക്ക് മുൻഗണന ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് തൃശൂർ ഡിവിഷൻ, അയ്യന്തോൾ, തൃശൂർ 680003 എന്ന വിലാസത്തിലോ 048723600849 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിങ്കര സെന്റ് മേരീസ് ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തിയ ടൗൺ അമ്പ് ആകർഷകമായി. അങ്കമാലി മർച്ചന്റ് അസോസിയേഷൻ യൂത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ അങ്കമാലി ടൗണിൽ ക്രിസ്മസ് ന്യൂ ഇയർ ട്രീ സംഘടിപ്പിച്ചു. ട്രെയിനുകളുടെ സമയത്തിൽ ബുധനാഴ്ച മുതൽ മാറ്റം. പുതിയ ട്രെയിൻ ടൈം ടേബിൾ ജനുവരി 1 മുതൽ നിലവിൽ വരും. മേൽവസ്ത്രം അഴിച്ച് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കണമെന്നുള്ളത് അനാചാരമാണെന്ന് ധർമ്മസംഘം ട്രസ്റ്റ് അധ്യക്ഷൻ സ്വാമി സച്ചിദാനന്ദ. ജനുവരി 1 മുതൽ 20-ലേറെ ആൻഡ്രോയിഡ് ഫോണുകളിൽ വാട്സപ്പ് ലഭിക്കില്ല. പഴയ ആൻഡ്രോയിഡ് വേർഷനുകളിലാവും ഈ പ്രശ്നം നേരിടുക. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.